ഗൂഗിളു പാട്ട് വെക്കാനാണ് പറയണേ. ആ നമുക്ക് ഡേക്കറി പോണ്ടേ? ഗൂഗിളിനോട് എന്നെ പാട്ട് വെക്കാനാ പറയണ്ടേ? ആ ഗൂഗിളിനോട് എന്നെ പാട്ട് വെക്കാനാ പറയണ്ടേ? എന്നെ പാട്ട് വെക്കാനാ പറയണ്ടേ? രാവിലെ എണീറ്റ് ഗൂഗിളു പാട്ട് വെക്കാൻ. 2 ദിവസം വീട്ടിൽ ഇരുന്നോണ്ട് ഒരു വിഷമം അല്ലേ? പോകാം. ഇത് ആരുടെ ഇത് സെക്യൂട്ടറിന്റെ ഷൂഷാണോ? എനിക്ക് നല്ലത് മാത്രം അല്ല, എനിക്ക് മാത്രം നല്ലത് ഞാൻ പറയാനൊന്നും കൊള്ളത്തില്ല. തമാശ പറഞ്ഞാണ്. അങ്ങനെ സ്കൂളിൽ ഞാൻ സ്കൂളിലേക്ക് എല്ലാവരും സ്കൂളിൽ പോകുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ, രജിസ്ട്രേഷൻ ഡേ ആണ്. രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല. ഈ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പം കിട്ടുന്ന മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് കാർഡ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. എക്സ്പെഷ്യലി ട്രെയിൻ ടിക്കറ്റ്, ഷോപ്പുകളിൽ ഇതൊക്കെ മാക്സിമം ഉപയോഗിക്കുക. പിന്നെ ഫുഡിന് വളരെ പൈസ കുറവായിരിക്കും. അവിടുന്ന് കഴിക്കും, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിക്കും അല്ലേ? പഠിക്കാൻ പോണേലും അതൊക്കെ ഉള്ളല്ലോ. ലഞ്ച് കിട്ടുക. അയ്യോ അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? രജിസ്ട്രേഷൻ സ്റ്റുഡൻറ് ഫീ അടച്ചതിന്റെ ഫ്രീ ആന്ന് പറഞ്ഞാലും 70 euros ആയി കേട്ടോ. സ്റ്റുഡൻറ് ഫീക്ക് വേണ്ടിയിട്ട് അടച്ചത്. അത്ര തെറ്റിപ്പറ്റിപ്പോയെന്താ? അല്ല, ഞങ്ങൾക്ക് അത്രയുണ്ട്. അത്രയും കൊടുത്തിട്ടാണ് മറ്റേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഫ്രീ കിട്ടുന്നത്. എനിക്ക് ഫ്രീ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഫ്രീ അല്ല, പെർസെന്റേജ് 5% കുറവ്, അല്ലെങ്കിൽ ചിലപ്പോൾ 10% കുറവ്, അത്രയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. പണ്ട് എനിക്കുണ്ട് 15% ഒക്കെ കുറവ്. അതിനും അത്രയല്ലേ കുറവുള്ളൂ, 15% കുറവുള്ളൂ. ആണോ? ഒത്തിരി കുറവുണ്ടോ? ആകെ മൊത്തം എനിക്ക് ഈ പ്രാവശ്യം എനിക്കായില്ല. പണ്ടെടുത്ത സമയത്ത് എന്തോ 10 euro ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക, ഇവിടെ വന്നിട്ട് പിള്ളേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി. പോകുന്ന ദിവസങ്ങളിൽ അത് മുതലാക്കുക. എന്തായാലും നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാതിരിക്കുകയില്ല, ഡിന്നർ ഉണ്ടാക്കാതിരിക്കുകയില്ല. രാവിലെ ചെറിയ സ്വസ്ഥതയായിരിക്കും. 2 ദിവസമായിട്ടേ 2 ദിവസം വീട്ടിലിരുന്നിട്ട് പോകുന്നുണ്ട്. അതിൻ്റെതായ ചെറിയ ഒരു ഇതുണ്ടാവും. ഓടി വരാം. നല്ലൊരു ചിണുക്കം ചിണുങ്ങി, കുഞ്ഞി ചിണുക്കം, വിതുമ്പി കരയല്ലേ. സൗണ്ട് വലിയ പുറത്തേക്കില്ല, പക്ഷെ ബെറ്ററായി വരുന്നുണ്ടല്ലോ. ബെറ്റർ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി ഓരോരോ കോർണറായിട്ടാട്ടോ. മൊത്തത്തിലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ഒത്തിരി, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. പിന്നെ ടോട്ടലി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലാട്ടോ ഇതിൻ്റെ അത്. ഇപ്പം ഫസ്റ്റ് വന്നത് എങ്ങനെയായിരിക്കും എന്തോ. രജിസ്ട്രേഷൻ ഓൾറെഡി ഓൺലൈൻ ചെയ്തതായിരുന്നു. പിന്നെ കുറച്ച് ഇൻഫർമേഷനും സംഭവങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ഒന്നുകൂടെ വരണം. ഇന്ന് വൈകിട്ട് വരണ്ടെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇല്ല. ഓൾമോസ്റ്റ് 1870 ഈ ബിൽഡിംഗ് പണിതേക്കുന്നത്. എത്ര പഴയതാന്ന് ഓർത്ത് നോക്ക്. Also the price has increased. It's 7 euro. I think this is the structure of the down floor or the food cost down floor. Student 3.10 euro. See, it does not change a lot. Finland doesn't just change. ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ സൗണ്ട് ആട്ടോ.
ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ പറഞ്ഞു അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടൂർ എടുക്കാമെന്ന്. എന്തായാലും എടുക്കുകയുള്ളൂ, അതെ പിന്നെ ആ കൂട്ടത്തിൽ ഞാനും കൂടിയേക്കാമെന്ന് വിചാരിച്ചു. സോ അവരവിടെ നിൽപ്പുണ്ട്. ഇനിയുണ്ട് 18 പേരാണ് ഇപ്പോൾ ടോട്ടൽ ക്ലാസ്സിലുള്ളത്. എൻട്രൻസ് ഇവിടുന്നും ഉണ്ട് അപ്പുറത്തുനിന്നും ഉണ്ട്. ആദ്യം കണ്ട ലൈബ്രറി ഉണ്ടല്ലോ, സെയിം ലൈബ്രറി കാർഡ് തന്നെയാണ് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നിന്നും ഉണ്ട് ലൈബ്രറി, പിന്നെ ഇതിൻ്റെ മേളിലുണ്ട് ലൈബ്രറി, പിന്നെ ഇതിൻ്റെ ബാക്കിലും ഉണ്ട് ലൈബ്രറി. ഈ ബിൽഡിങ്ങിൻ്റെ ഇത് കണ്ടോ, 168 വർഷം പഴക്കമുണ്ട് കേട്ടോ. എക്സാക്റ്റ് കണക്ക് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണേ. പക്ഷെ എന്നാലും ഭയങ്കര രസമുണ്ട്, നല്ല അടിപൊളി യൂണിവേഴ്സിറ്റി. 3 വിങ് ആയിട്ടാട്ടോ ലൈബ്രറി വെച്ചേക്കുന്നത്. പക്ഷെ നല്ല നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കീപ് സൈലൻ്റ് ആണ് ഇവിടെ ഫുള്ള്. ഭയങ്കര രസമുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ സ്റ്റേഴ്സ് കയറി വന്നിട്ട് മേളിലോട്ട് അടുത്തൂടെ വന്നപ്പോൾ ഈ സംഭവം കണ്ട് ഓക്കെ ഒന്ന് ഇതേ പിടിച്ച്. ഇത് പക്ഷേ ഡെക്കറേഷന് വേണ്ടി വെച്ചേക്കുന്നു, നടുപടി ഞാൻ. നല്ല കിഡിലൻ വ്യൂ ആട്ടോ. അതായത് നല്ല സീ സൈഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. സീ സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ അക്കരെ കാണുന്ന സീ ആണോ എന്നൊന്നും ചോദിക്കരുത്. കാരണം ഇങ്ങനെ ബാൾട്ടിക് സീയുടെ ഒരു ഇത് നോക്കിയാൽ അറിയാം, ഗൂഗിൾ ചെയ്യുമ്പോൾ അറിയാം. അതിനെ കയറി ഇറങ്ങുന്നത് ആക്ച്വലി സീ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒരു റൂം ടൂർ പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടതേ ഉള്ളൂ. നാളെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോഴ്സിനെ കുറിച്ചും ഒക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ശരിക്കും ഇന്ന് എല്ലാ സ്റ്റുഡൻസിനെയും കണ്ടില്ല. പക്ഷെ 6 വർഷം മുമ്പ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു 2 ആഫ്രിക്കൻ ഫ്രണ്ട്സ് കൂടെ ഉണ്ട് കേട്ടോ. ഒരു 2 സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾ സെയിം കോളേജിൽ നിന്നായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞത്. അപ്പം 6 വർഷത്തിന് ശേഷം മാസ്റ്റേഴ്സിന് പിന്നെയും ഇവിടെ ഒരുമിച്ച് കണ്ടപ്പം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇനി വെറുതെ ഇരുന്നിപ്പോൾ 11:15. അപ്പം വർക്ക് പ്ലേസിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റാഫാണെങ്കിൽ കുറേ മഷ്റൂംസ് കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 ലിറ്റർ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി എടുക്കണം, എന്നിട്ട് നേരെ വീട്ടിൽ പോകണം. പറ്റുവാണെങ്കിൽ ജിമ്മിൽ പോകണം. ഇച്ചാൻ്റെ നേരത്തെ കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ജിമ്മിൽ പോകണം. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. എന്നിട്ട് പോയി ടൈം ടേബിൾ റെഡിയാക്കണം. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഇന്ന സമയത്തിനുള്ളിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യത്തില്ലേ. ഇനിയിപ്പോൾ പയ്യെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നന്നായിട്ട് പഠിക്കണുണ്ട്. ഇനിയിപ്പോൾ പിള്ളേർ നന്നായിട്ട് പഠിക്കാൻ തോന്നിയാലോ, പഠിച്ചുകൂടെ കാണിച്ചു കൊടുത്തേക്കാം അവരെ. ചുമ്മാ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും നമ്മൾ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീലാണ് അത് നമ്മൾ സ്ട്രെസ്സായിട്ട് ഇവിടെ കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയൊന്നും നമുക്കില്ലല്ലോ. ഓൾറെഡി നമ്മൾ ദൈവം അനുഗ്രഹിച്ച് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ഒരു ഹോബി എന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അപ്പം നോക്കാം എത്രത്തോളം പോകും, എങ്ങനെ പോകും എന്നൊക്കെ. ഇപ്പം ഷെഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഫ്രൈഡേയിലെ ഒരു ക്ലാസ് ഉള്ളത് സൂം വഴിയാണ്. അതായത് നമ്മൾ ഫിസിക്കലി ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പം 2 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ 12 തൊട്ട് 2 മണി വരെ ക്ലാസ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാം പീസ്ഫുള്ളായിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും ഒരു എൻഡ് പാർട്ടാണ്. ഒരു തവണ ഇതിനു മുമ്പ് വർക്ക് പ്ലേസിൽ നിന്ന് ക്രിസ്മസ് പാർട്ടി അറേഞ്ച് ചെയ്തപ്പം ഈ തൊട്ടടുത്ത് കാണുന്ന ഒരു ഓൾഡ് ബിൽഡിങ്ങിലായിരുന്നു, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ക്രിസ്മസ് പാർട്ടി നടത്തിയത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഈ റോഡ് ചെല്ലുന്നത് നമ്മൾ ഹോസ്പിറ്റലിലോട്ടാട്ടോ. പണി ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. മിക്കവാറും വിൻ്റർ ആകുമ്പോഴേക്കും ഫുള്ള് തീരുമായിരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് ആ മഷ്റൂം എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് ഒരു സ്പെഷ്യൽ റൂമായിട്ടൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പൊടിയൊന്നും കയറത്തില്ല. പണി നടക്കണതിൻ്റെ ശല്യമൊന്നും നമുക്കുണ്ടാവില്ല. ഇതാട്ടോ മറ്റേ കാന്തരല്ല എന്ന് പറഞ്ഞിട്ടുള്ള മഷ്റൂം. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള മഷ്റൂം. ഫിൻലൻഡിൽ ഏറ്റവും പോപ്പുലറായി സംഭവം. അപ്പം ഇത് നമ്മുടെ ഫ്രണ്ട് വാർഡിൽ കൊണ്ടുവന്നവർക്ക് കുറേ ഉണ്ട്. അപ്പം നമുക്ക് കൊണ്ട് തന്നത്.
ഇവിടുത്തുകാർ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കഴുകുമൊന്നുമില്ല, അല്ലാണ്ട് നമ്മൾ സാധാരണ മഷ്റൂം അങ്ങനെ വാഷ് ചെയ്യുന്നതാണല്ലോ, ജസ്റ്റ് ഇതിൻ്റെ പൊടിയും ഇതെല്ലാം ഓൾറെഡി ക്ലീൻഡാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ വേണമെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ഇത് നേരിട്ട് ചട്ടിയിലിട്ട് നമ്മൾ ഒന്നും ചേർക്കാതെ നേരെ ചട്ടിയിലോട്ട് ഇടുക കേട്ടോ. നല്ല ഹോട്ടായിട്ടുള്ള പാനിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. ആദ്യമേ ചട്ടി നല്ല ചൂടായി കഴിഞ്ഞിട്ട് അതിലോട്ട് അങ്ങനെ ഇട്ട് മഷ്റൂം ഇട്ടല്ലോ, എന്നിട്ടിത് മൂടി വെച്ചിട്ട് തീ ഒരു ഇച്ചിരി കുറച്ചിട്ടു. അന്നേരം ആ മഷ്റൂമിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയേക്കുന്ന വെള്ളമാണ് ഇത് ഫുള്ള്. ഇനി വെള്ളം മുഴുവൻ പറ്റണം. അപ്പം ഞാൻ തീ ഇച്ചിരി കൂട്ടി വെച്ചു. അപ്പം അതങ്ങ് വേവുകയും ചെയ്തോളും, നന്നായിട്ട് പറ്റുകയും ചെയ്തോളും. നമ്മുടെ സ്ട്രോബെറി കണ്ട ജാം പോലെ ഇരിക്കുന്നത്, പക്ഷെ അത് കുക്ക്ഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രിസർവേറ്റീവ്സ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ. ജാം ആക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അതാ എപ്പോഴും, കാരണം നമ്മളിനി എപ്പോഴും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ പാൻ കേക്കൊക്കെ ഈ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ തിരക്കൊക്കെ സമയമൊക്കെ നോക്കി എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ലൊരു എമൗണ്ട് ബട്ടർ നമ്മൾ കട്ട് ചെയ്ത് ആഡ് ചെയ്യും കേട്ടോ. ഇനി ബട്ടറിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഭയങ്കര ഒരു അടിപൊളി ടേസ്റ്റ് എന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഇച്ചിരി സാൾട്ടും പിന്നെ എന്താണ് പെപ്പറും കൂടെ അതിന് മേലോട്ട് ക്രഷ് ചെയ്തിടുക, അടിപൊളി. പക്ഷേ ഇതിന് മുമ്പ് നമ്മളൊരു തവണ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ടൈം അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് പഴയതായതുകൊണ്ടായിരിക്കും ഫ്രീസറിലൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളമൊക്കെ ഐസ് പോലെയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു, ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുക്ക് ചെയ്യണേലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നും. ഫസ്റ്റ് ഒന്നും ചേർക്കാതെ ചൂടായ പാനിലിട്ടിട്ട് അത് അങ്ങ് വേവിച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഒരു മുട്ട വെച്ചു. ആക്ച്വലി ഇത് ലഞ്ച് ടൈം ആട്ടോ, പക്ഷേ ഞാൻ ഇതെൻ്റെ ലഞ്ചാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ആദ്യമേ ഇത് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. ഭയങ്കര സോഫ്റ്റായിട്ട് മെൽറ്റാണ് പോലത്തെ. അടിപൊളി കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് പോകണേ. ഭയങ്കര ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂട്ടത്തില്ല. ജോണിക്കുട്ടി സ്കൂള് വിട്ട് വന്ന് ഭയങ്കര ദാഹം. സ്കൂളിൽ വെള്ളം കൂടി ഇല്ലെന്ന് തോന്നുന്നല്ലേരോ. വെള്ളം കൂടി കുറവാണോ സ്കൂളിലാ? അതാ വലിപ്പത്ത് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, ഇപ്പുറത്തേക്ക് നീക്കി വയ്ക്കുക. അതിനെ പറ്റി ലഞ്ചിന് നിങ്ങളിപ്പോൾ വെള്ളം കുടിക്കുകയല്ലേ? കുടിച്ചും മറ്റേ പാലും അത് വെള്ളം എടുക്കാൻ പറ്റും. ആണോ? ഇങ്ങ് വന്നേ, ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാവോ? കൈ സോപ്പിട്ട് കേട്ടോ. മഴക്കാറുണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? എന്നാ ടേസ്റ്റ് കിട്ടിയേ? എന്തോ ഒരു ഗൂവി സാധനം പോലെ. ടേസ്റ്റ് അത്ര കിട്ടിയില്ല. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. നല്ലതാണോ? അതെ, ചോറിൻ്റെ കൊടുത്തില്ല എനിക്കിഷ്ടം. അത് നല്ലതായിരിക്കും അല്ലേ? ലഞ്ച് എന്തായിരുന്നു സ്കൂളിൽ? മറ്റേ ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്കയോ? ശരി. ശരിക്കുള്ള ചിക്കൻ ടിക്ക നിങ്ങൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ലായിരിക്കും കമ്പയർ ചെയ്യാൻ. ചെയ്താൽ മതി. വായിക്കത്തയോ ഒരുമിച്ച് വെച്ച് ചവച്ചിന് ബട്ടർ ടോസ്റ്റാ. ഇങ്ങോട്ട് പോവല്ലേ? എനിക്ക് അതിന്റെ ടേസ്റ്റ് കാണാൻ, എക്സ്പ്രഷൻ മൊത്തം കാണാൻ. ഇങ്ങ് വാ മാളു. അങ്ങനെ അപ്പനെയും കൂട്ടി മാളും ഉണ്ട്. നമ്മൾ ജോൺകുട്ടിക്ക് ഒരു സ്റ്റഡി ടേബിൾ നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കുട്ടീനെയും കൂട്ടി നമ്മൾ നേരെ വീട്ടിലോട്ട് പോട്ടോ. ചക്കിയും ജോൺകുട്ടിയും കൂടെ ചെല്ലുമ്പം ജോൺകുട്ടി ഹോംവർക്കൊക്കെ ചെയ്തിരിപ്പുണ്ട്. ചക്കി സ്കൂൾ കഴിഞ്ഞിട്ടില്ല, അപ്പം എത്തും. നമ്മൾ ചെല്ലുമ്പോഴേക്കും എത്തും. മാളുവിനെ കൂട്ടിയിട്ടാണ് വന്ന കൊച്ചിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്.
ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് മാളുമാണ്. ഒരാഴ്ച കൂടെ ഉള്ളൂ രസക്കുട്ടി ഈ ഡേക്കറിൽ. അതിന് വീണ്ടും തൊട്ടടുത്തുള്ള ഡേക്കറിലാണ് മാളും ചക്കി ജോണിക്കുട്ടിയൊക്കെ പോയ ഡേക്കറിൽ. പറ്റുമെങ്കിൽ എനിക്ക് ചില സമയത്ത് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ പുതിയ ഡേ കെയർ ആണല്ലോ കൊച്ചിന്. ആ ഡേ കെയർ പുതിയതാ. ഇനി ഇവിടെ അല്ല വരുന്നത്. ഇവിടെ ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ഇനിയിപ്പം സ്ഥലം മാറുക. ഡേ കെയറിൽ നിന്ന് വന്നാൽ നേരെ വീട്ടിൽ പോകണം. ഇങ്ങനെ ഇടയിൽ കയറി ഇരിക്കാൻ പാടുണ്ടോ? കണ്ടാ മിച്ചലിനെ 2 പ്രാവശ്യം കെട്ടിപ്പിടിച്ചു. ആണോ? ചേട്ടനെ ഹഗ് ചെയ്തോ കൊച്ച? ഭയങ്കര ഇഷ്ടമായി. കെട്ടിപ്പിടിച്ചായി. ആണോ? ഒത്തിരി ഇഷ്ടപ്പെട്ടോ? എല്ലാരും ഇഷ്ടാ അല്ലേ? അല്ലു ചേച്ചീനെ ഇന്നു ചേച്ചീനെ ഒക്കെ ഇഷ്ടാ അല്ലേ? ആ ഓക്കെ, പോകാം, നമുക്ക് പോകാം. 2 ചക്കി ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ബാ പോവാം. പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലെങ്കിലും നമ്മൾ എത്ര നേരം, അതായത് ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നു, കടയിൽ പോയി സാധനം വാങ്ങിച്ചു, എസക്കുട്ടീനെ കൂട്ടി, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ കയറിയിട്ടില്ല ഇതുവരെ. കൂട്ടി കയറാൻ വേണ്ടി ഇതുവരെ സമയമില്ല എന്നുള്ളതാണ്. 5:30 അതിനിടയിൽ ചക്കി വിളിച്ചായിരുന്നു. പക്ഷേ ചക്കിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പിക്നിക്കിന് പോയേക്കുവാ. അപ്പൊ ഇവിടെ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് സമ്മർ വെതറാണേ, നല്ല സണ്ണി ആയിട്ട് നല്ല രസമുണ്ട്. സമ്മർ വെതർ ശരിക്കും പറഞ്ഞാൽ തീർന്നിട്ടില്ല. നല്ല വെയിലായിട്ടും ഈവനിങ് ആണെങ്കിലും കണ്ട ഉച്ച പോലെ തോന്നത്തുള്ളൂ. ഇവിടെ സമയം പോയാൽ നമ്മൾ അറിഞ്ഞുമില്ല. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോകുന്നത്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ്. അതെ, അവിടെ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന്. ആ സമ്മക്കോ എന്നതാ കണ്ട? എവിടെയാ സമ്മക്കോ? ആ എവിടെയാ സമ്മക്കോ? തവളേനെ പറയണതാണ് സമ്മക്കോന്ന്. അതേ ഇരിക്കണുണ്ട് അതിൻ്റെ അകത്ത് ലൈറ്റ്. പുള്ളി അത് കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ബെറി പറിക്കാൻ പോയത്. അതിനെ കണ്ട് പേടിച്ചു പോയി. ആ കിളിയാണ് കിളി. ഓ കാ കാ. ചേട്ടൻ്റെ അടുത്ത് ഓടി പോവാണോ? ചേട്ടൻ എന്നെ എടുക്കാൻ പോയതാ. ചേട്ടൻ അമ്മയുടെ ചെരുപ്പിട്ടോണ്ടാണല്ലോ ഇറങ്ങിയേക്കുന്നത്. എന്നെ എടുക്കാൻ പോയതാ ജോൺകുട്ടി. കണ്ടോ ഷാഡോ ഡാൻസ് കളിക്കുന്നുണ്ടോ? എസക്കുട്ടി അത് കണ്ടേ, ഷാഡോ ഡാൻസ് കളിക്കുന്നത്. ആരാ എസക്കുട്ടിയത്? ഷാഡോ. എസക്കുട്ടിയുടെ നിഴല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഡാൻസ് കളിച്ചോ. എന്നാലും അവിടെ പോയാൽ കാണില്ല, ഇവിടെ വന്നാലേ കാണുള്ളൂ. ആ ഗുഡ് ബോയ്. നോക്ക് നോക്ക്. അതാരാ എസക്കുട്ടി കൂടി ഓർഡർ? ജോൺകുട്ടി എക്സൈറ്റഡ് ആണ്. ജോൺകുട്ടിയുടെ സ്റ്റഡി ടേബിൾ. പക്ഷെ അങ്ങനെ പറയരുത്. ഓണത്തിന് ഇതിലെ മൊത്തങ്ങ എടുത്ത് എരിശ്ശേരി വെച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ഓണത്തിന് എരിശ്ശേരി വെക്കാൻ പാകത്തിനുള്ള വലിപ്പമായോ എന്ന് നോക്കട്ടെ. എൻ്റെ അമ്മേ, ഇതൊരു 1.5 മുതലുണ്ടെന്ന് തോന്നുന്നു. ഓണത്തിന് എരിശ്ശേരി വെക്കാനുള്ള വലിപ്പമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് മൂത്തിട്ടില്ല. ഇന്ന് തെറ്റിയപ്പോഴേക്കും വലിഞ്ഞു കയറിയില്ല എസക്കുട്ടി. ആ ബുബൂലി അവിടെയെല്ലാം തീർന്നു. ആ ബുബൂലിയൊക്കെ തീർന്നു. അയ് മുള്ളു 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 മുള്ളുണ്ട്. പുഴു ഉണ്ടോ നോക്കട്ടെ. മമ്മ നോക്കിയിട്ട് തരാം. അന്നിക്ക് വെയിറ്റ് ചെയ്യാം. മമ്മ നോക്കട്ടെ പുഴു ഉണ്ടോ നോക്കട്ടെ. തരാടെ പുള്ളേ, എന്തൊരു സന്തോഷമാണ്. നോക്കട്ടെ. ആ ഇല്ല പുഴുവില്ല. കഴിച്ചോ കഴിച്ചോ. ആ ചക്കി ചക്കി ചേച്ചി എന്ന് പറ. എന്നായിരുന്നു ചക്കി പരിപാടി? വീട്ടിൽ വന്നപ്പോ പപ്പേനെ വിളിക്കണം, നിങ്ങളെ കണ്ടില്ലാത്തോണ്ട് ഞാൻ വീട്ടില്. എന്നിട്ട് യൂസഫിനെ വന്നിട്ട് അവളുടെ ഒപ്പം പിക്ക് പുസ്തകം പോയി. ആണോ? എന്നിട്ടോ ചക്കി ഞങ്ങള് കുഞ്ഞ് സ്നാക്സ് എടുത്ത് അവിടെ ഇരുന്നു. ആണോ? ആ ബെല്ലു ചക്കി അവിടെ കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയ്ക്കകത്ത് പാല് ഒഴിച്ചാണ്. മാളു കറിയുണ്ട്. പാല് പഞ്ചസാര. ചക്കിക്ക് ഒരു സാധനം തരാം. മാളൊക്കെ ടേസ്റ്റ് ചെയ്തായിരുന്നു. മഷ്റൂം ടേസ്റ്റ് ചെയ്തായിരുന്നു. മഷ്റൂം ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. കടിച്ചു തന്നെ അപ്പൊ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ അതുപോലത്തെ പിസ്സ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്.
നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? കുട്ടി വേണം നീ വളനോടാ രസക്കുട്ടി കഴിച്ചു നോക്കിക്കേ, നല്ലതാണെന്ന് നോക്കിക്കേ. ചെറിയ ചൂടുണ്ട്. ആ ചൂടുണ്ട്. എന്നാ പാട്ട് പാടും. അങ്ങനെയല്ല, കൈ കൊണ്ട് എടുത്ത് കഴിക്കുക. പാലൊന്നും ഇല്ല അതിനകത്ത്. പുള്ളി പ്ലേറ്റിൽ നിന്ന് നേരെ പാലാന്ന് ഓർത്ത് ഒറ്റ കുടിയാണ്. ഇന്ന് ചെറിയ വീഡിയോ ആയിരുന്നു. എന്തൊക്കെ എടുത്തതെന്നുള്ളത് അറിയത്തില്ല. ചിക്കുവൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പാല് പിടിച്ചോണ്ടിരിക്കുന്നത് ടാറ്റ.